Electric field due to a dipole on an axial line. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം. ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. അപ്പോൾ എന്താണ് ഡൈപോൾ എന്നറിയണ്ടേ? ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാല് an electric dipole consists of two equal and opposite charges separated by a very small distance. ഇനി ചിത്രത്തിലേക്ക് നോക്കുക. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. എയിലൊരു ചാർജ് -q ചാർജ് ആണ്, ബിയിലെ ചാർജ് +q ചാർജ് ആണ്. ഇവ തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഈ ലൈനെ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ഈ ലൈനാണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ. ഇനി നമ്മള് ഈ ആക്സിയൽ പ്ലെയിനില് ഒരു ഒബ്ജക്റ്റിനെ വെക്കുകയാണ്, ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ വെക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് മേൽ ഇവിടെയുള്ള ഈ -q എന്ന് പറയുന്ന ചാർജ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതുപോലെ +q എന്ന് പറയുന്ന ചാർജും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ ഈ രണ്ട് ചാർജുകളും ഈ പോയിന്റ് ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നെറ്റ് ഫോഴ്സ്. അത് എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ -q ഒരു ചാർജ്, +q മറ്റൊരു ചാർജ്. ഇതിന്റെ ഈ ചാർജുകൾക്കിടയിലുള്ള അകലത്തിന്റെ സെന്റർ ആണ് O. ഓയിൽ നിന്നും -q അകലം L, ഓയിൽ നിന്നും +q അകലം L. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് എങ്ങനെ നമ്മൾ എഴുതുക? 2Lq ആണ് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P = 2Lq. Q × 2L അല്ലെങ്കിൽ എന്താ 2QL. ഈ 2QL ആണ് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഡൈപോൾ ആണിത്. ഈ ഡൈപോളില് ഇവിടെ -q ചാർജിന്റെ, ഇവിടെ +q ചാർജിന്റെ, ഈ രണ്ട് ചാർജുകൾക്കും ഇടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിന്റെ സെന്റർ ആണ് O. അപ്പൊ ഓയിൽ നിന്നും -q വരെയുള്ള അകലം L എന്നെടുക്കുന്നു. ഓയിൽ നിന്നും +q ചാർജിലേക്കുള്ള അകലവും L എന്നെടുക്കുന്നു. അപ്പൊ ടോട്ടൽ ഈ -qവും +qവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണ്? 2L അല്ലെ? ഈ Lന് പകരം ചിലപ്പോ ഇവിടെ A എന്ന് തരാം, ചിലപ്പോ R എന്ന് തരാം. എന്തായാലും അത് എന്തുതന്നെയാണ്? ഈ സെന്ററിൽ നിന്നും രണ്ട് ചാർജുകളിലേക്കുള്ള അകലാണ്. അത് നമ്മൾ ഇവിടെ എടുക്കുന്നത് 2L, L+L 2L. ഇനി സെന്ററിൽ നിന്നും പോയിന്റ് ഒബ്ജക്റ്റ് വരെയുള്ള അകലമാണ് x. അപ്പൊ നമ്മൾ ഇവിടേക്കുള്ള അകലം എങ്ങനെ കണക്കാക്കുക? ഇവിടെ നിന്ന് ഇതുവരെയുള്ള അകലം കൂടി നോക്കണ്ടേ നമുക്ക്? ഇവിടുന്ന് ഇതുവരെ x, അപ്പോ പിന്നെ എന്താണ്? ഈ -q മുതൽ ഇതുവരെയുള്ള ഈ അകലം കൂടി കൂട്ടണം അല്ലെ? എന്നാലേ -qവിൽ നിന്നും പോയിന്റ് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തുള്ളൂ L+x. ഇനി നമ്മൾ ഇതിലുള്ള ഈ പോയിന്റ് ചാർജിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ്, അതായത് ഇവനും കൂടി ഇവനിൽ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ E2 - E1 ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നെറ്റ് ചാർജ്, പോയിന്റ് ഒബ്ജക്റ്റിൽ ഈ രണ്ട് ചാർജുകൾ ഏൽപ്പിക്കുന്ന നെറ്റ് ചാർജ് കണ്ടെത്തലാണ്. ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ആക്സിയൽ പൊസിഷനിലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ നമ്മൾ ഹെഡിങ് കൊടുത്തത്. അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം സെന്റർ ഓഫ് ദ ഡൈപോൾ. ഓക്കെ, ഇനി ഈ നെറ്റ് കാണാൻ ആദ്യം നമ്മൾ E2 കാണാണ്. E1 എത്രയാണ്? E1 എന്ന് പറയുന്നത് നമുക്കറിയാം, കൂളംസ് ലോ അനുസരിച്ചിട്ട് രണ്ട് ചാർജുകൾ അവ തമ്മിൽ ഒരു അകലമുണ്ട്. അപ്പൊ ആ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F = എന്തായിരുന്നു കൂളം ലോ പറഞ്ഞിരുന്നത്? ഇവിടെ ഒരു ചാർജ് Q1, ഇവിടെ വേറൊരു ചാർജ് Q2. ഇവ തമ്മിലുള്ള അകലമാണ് R. ഈ ചാർജുകൾ ഇരിക്കുന്നത് വാക്വത്തിലാണ്. അങ്ങനെയാണെങ്കിൽ Q1നും Q2നും ഇടയിലുള്ള ചാർജ് കാണാൻ എന്താണ്? ഫോഴ്സ് കാണാൻ Q1നും Q2നും ഇടയിലുള്ള ഫോഴ്സ് കാണാൻ
ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 into Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിന് പകരം ഈക്വൽ സൈൻ ഇട്ടു. അപ്പൊ ഒരു കോൺസ്റ്റന്റിനെ ഇവിടെ കൊടുത്തു. F ഈക്വൽ ടു K into Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ അല്ലെ. ഇവിടെ K എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. കെയുടെ വില K ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ. ഇത് വാക്വത്തിലായതുകൊണ്ട് എപ്സിലോൺ 0. ഓക്കെ, അപ്പൊ ഇതാണ് കെയുടെ ഇക്വേഷൻ. നമ്മൾ ഇത് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നതാണ് ഈ ചാർജ്, ഈ നെഗറ്റീവ് ചാർജ് ഈ പോയിന്റ് ഒബ്ജക്റ്റിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്നാണ് E1 കണ്ടുപിടിക്കുന്നത്. അപ്പോ KQ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് എൽ കിട്ടിയത് അറിയാലോ. സെന്ററിൽ നിന്നും പോയിന്റ് ഒബ്ജക്റ്റ് വരെയുള്ള അകലാണ് എക്സ്. പിന്നെ മൈനസ് ക്യൂ ചാർജിൽ നിന്നും സെന്റർ വരെയുള്ള അകലം L. അപ്പൊ ഇവിടുന്ന് അല്ലേ ഈ പോയിന്റ് ഒബ്ജക്റ്റിന്റെ ലെങ്ത് തുടങ്ങുന്നത്. അപ്പൊ L പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ. E2 ആണെങ്കിലോ, E2 എന്ന് പറയുന്നത് ഈ +1 ചാർജ് പോയിന്റ് ഒബ്ജക്റ്റിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്തു? KQ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ ഇട്ടു. കാരണം എക്സ് തുടങ്ങുന്നത് ഇവിടെ നിന്നും +Q ചാർജ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ടോട്ടൽ ചാർജ് എക്സ് നിന്നും എല്ലിനെ മൈനസ് ചെയ്തു. എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ. ഇനി ഈ രണ്ട് വിലകളെയും E2 മൈനസ് E1 എന്നുള്ള ഇക്വേഷനിൽ ഇട്ടുകൊടുത്ത് നെറ്റ് ഫോഴ്സ് കാണാം. ഈ നെറ്റ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ, ഇതാണ് E2, മൈനസ് KQ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. അടുത്തത് ഈ നെറ്റ് ഈക്വൽ ടു KQ ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അപ്പൊ KQവിനെ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ആക്കിയിട്ട് എടുക്കുന്നു. പിന്നെ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? 1 അല്ലേ. ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോയാല് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ. KQ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് KQ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. രണ്ടിലുള്ള KQവിനെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. KQ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. അടുത്തത് രണ്ട് വ്യത്യസ്ത ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്താ വരിക? 1 ഇൻറ്റു എക്സ് പ്ലസ് എൽ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എൽ ഹോൾ സ്ക്വയർ വരും. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതേ ഡിനോമിനേറ്റർ എടുത്തെഴുതി. എന്താ ചെയ്തത്? തിരിച്ച് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഇവരെ എടുത്തെഴുതി. അടുത്ത സ്റ്റെപ്പില് എക്സ് പ്ലസ് എൽ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. ഏതുപോലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വിപുലീകരിച്ച് എഴുതിയാൽ എന്ത് വരും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇതേ മോഡലിൽ നമ്മൾ ഇതിനെ നമുക്ക് കിട്ടിയ വിലയെ എക്സ് പ്ലസ് എൽ ഹോൾ സ്ക്വയറിനെയും എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയറിനെയും എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ പ്ലസ് 2xl മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ പ്ലസ് 2xl ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയറും എക്സ് പ്ലസ് എൽ ഹോൾ സ്ക്വയറും ഗുണിച്ചിട്ട് എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നിട്ടു. ഇതിൽ കട്ട് ചെയ്യാൻ പറ്റിയവരെയൊക്കെ കട്ട് ചെയ്തൂടെ? പ്ലസ് എക്സ് സ്ക്വയറിനെ കട്ട് ചെയ്തു, മൈനസ് എക്സ് സ്ക്വയറിനെ കട്ട് ചെയ്തു. അടുത്തത് പ്ലസ് എൽ സ്ക്വയറിനെ കട്ട് ചെയ്തു, മൈനസ് എൽ സ്ക്വയറിനെ കട്ട് ചെയ്തു. ബാക്കി നമ്മളെടുത്ത് എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഒരു പ്ലസ് 2xl ഉണ്ട് അല്ലെ. ഇവിടെയും ഒരു പ്ലസ് 2xl ഉണ്ട്.
ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് എന്ത് വരും? കെ ക്യൂ ഇൻറ്റു 2xl ഉണ്ട്, അപ്പൊ നമുക്ക് 4xl ഇടാം. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഒരു ഡൈപോള്. ഇവിടുന്ന് ഇതുവരെയുള്ള അകലം ഇവിടെ എ ആണ്, നമ്മൾ എൽ ആക്കിയിട്ട് എടുത്തത്. ഇവിടുന്ന് ഇതുവരെയുള്ള അകലം എയും. അപ്പൊ 2a അല്ലെ, 2a. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു 2, ഇവിടെ എ അല്ലേ, അതിന് പകരം നമ്മൾ എൽ എടുത്തു. പിന്നെ Q, 2LQ ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ. നമ്മൾ എഴുതിയത് പ്രകാരം ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു 2LQ ആണ് വരിക. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. അതായത് 4xlനെ നമ്മൾ എങ്ങനെ എഴുതി? ഈ 4xലെ 2നെ പുറത്തേക്ക് എടുത്തു. 2kq ഇൻറ്റു 2lx ഇങ്ങനെ എഴുതി. എന്തിനു വേണ്ടിയിട്ടാ? ഈ Q2L എന്നുള്ളത് എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. അതായത് 2k Q2lx. ഇതേ കാര്യം ഒന്ന് ഇവരെ രണ്ടാളിനെ അടുപ്പിച്ച് ഇവരെ തിരി വിട്ട് എഴുതിയതാണ്. Q2L എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ് എന്നർത്ഥം. അതായത് 2k ഈ Q2Lന് പകരം നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ P ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ജനറലി ഇനി ഈ എക്സ് എന്ന് പറയുന്നത് എല്ലുമായി കമ്പയർ ചെയ്ത ഒരുപാട് വലുതാ, അല്ലെങ്കിൽ എല്ല് വളരെ ചെറുതാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്നും പോയിന്റ് ഒബ്ജക്റ്റ് വരെയുള്ള അകല ഇതന്നെ ചെറുതാണ്. അതിനേക്കാൾ എത്രയോ ചെറുതാണ് ഏത് വരിക? ഈ എൽ എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ നിന്നും ഈ പോയിന്റ് ഈ പ്ലസ് ക്യൂ ചാർജ് വരെയോ മൈനസ് ക്യൂ ചാർജ് വരെയുള്ള ഈ അകലമായ ഈ എൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. എൽ സ്ക്വയർ ഈക്വൽ ടു 0, നിയർലി ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കിയാല് ഈ നെറ്റ് എന്ത് വരും? എൽ സ്ക്വയർ എന്നുള്ള ടേം ഒഴിവാക്കുക. അപ്പോൾ 2kpx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതിലെ ഈ എക്സിനെയും ഈ എക്സിനെയും ഒരു എക്സിനെയും കട്ട് ചെയ്താൽ ബാക്കി എന്തുണ്ട്? ഈ നെറ്റ് ഈക്വൽ ടു 2kp. ഇത് കട്ട് ചെയ്ത് പോയി. ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ആക്സിയൽ ലൈൻ. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഇനി നമുക്ക് കെയുടെ വില, സാധാരണ നമ്മൾ കെയുടെ വില ഇട്ടിട്ടാണ് കാണുക. ഇതാണ് ഒന്നുകൂടി എളുപ്പം. ഇനി അതിൽ കെയുടെ വില 9 × 10⁹ കാണാതെ പഠിക്കണം. k ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0. എവിടെയാകുമ്പോ വാക്വത്തിലാവുമ്പോ ε0.